കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്ക് വേണാടിലുണ്ടായിരുന്ന പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. പണ്ടകശാല പണിയാൻ അനുമതി ലഭിച്ച വർഷം 1684. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി ലഭിച്ച വർഷം 1690. അനുമതി നൽകിയത് അശ്വതി തിരുനാൾ ഉമയമ്മ റാണി. കോട്ട പണികഴിപ്പിച്ച വർഷം 1695. കലാപം നടന്ന വർഷം 1697. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കലാപസമയത്തെ വേണാട് ദേശത്തെ ഭരണാധികാരിയായിരുന്നു രവിവർമ്മ. അടുത്തതായി ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കലാപത്തിനു ശേഷം പ്രദേശവാസികൾ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുത്തു. പ്രദേശവാസികളിൽ നിന്ന് കോട്ട വിട്ടുകിട്ടുന്നതിന് വേണ്ടി 6 മാസക്കാലം പ്രതിരോധം നടത്തിയത് ഗുണ്ണർ ഇന്നിങ്സ് ആയിരുന്നു. ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ 140 ബ്രിട്ടീഷുകാരിൽ നിന്നും മുഴുവൻ പേരെയും പ്രദേശവാസികളും 8 വീട്ടിപ്പിള്ളമാരും മാടമ്പികളും ചേർന്ന് വധിച്ച സംഭവം. വർഷം 1721 ഏപ്രിൽ 15. കലാപത്തിൽ വധിക്കപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനാണ് ഗിൽഫോർഡ്. കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നും വന്ന സൈന്യമാണ്. കലാപസമയത്തെ വേണാട് ദേശത്തെ ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. കലാപത്തിന് ശേഷം ആറ്റിങ്ങൽ റാണിയും ബ്രിട്ടീഷുകാരും ചേർന്ന് ഒപ്പുവച്ച ഉടമ്പടി ആണ് 1722. ഇതുവഴി ബ്രിട്ടീഷിനുണ്ടായ എല്ലാ നഷ്ടങ്ങളും നികത്താമെന്നും ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാര കേന്ദ്രം പണിയാൻ അനുമതി നൽകുകയും കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയും ചെയ്തു. കലാപത്തിന് ശേഷം വേണാട് ദേശവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പിട്ട വർഷം 1723. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിൻ്റെ ചിലവിൽ കുളച്ചലിൽ ഒരു കോട്ട പണിത് നൽകി. ഒപ്പുവെച്ചവർ വേണാടിനു വേണ്ടി മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓമുമാണ്. ഉടമ്പടി സമയത്തെ വേണാട് ദേശത്തെ ഭരണാധികാരിയായിരുന്നു രാമവർമ്മ. 1726 ഇടവയിൽ വ്യാപാര കേന്ദ്രം പണിയാൻ ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകി. 1731 ആറ്റിങ്ങൽ റാണിയും മാർത്താണ്ഡവർമ്മയും ചേർന്ന് ബ്രിട്ടീഷുകാരുമായി ഒപ്പിട്ട കരാറാണ്. ബ്രിച്ചിറൻകീഴ് ദേശത്തെ തെങ്ങും തോപ്പുകളുടെ കരം ഒഴിവാക്കി വ്യവസ്ഥ ചെയ്യുകയും ഇതുവഴി ചെയ്തിട്ടുണ്ട്.